എല്ലാവർക്കും പുതിയൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി വരുന്ന ഏതൊരു പരീക്ഷയ്ക്കും നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് മാർക്കുകൾ ഉറപ്പിക്കാൻ നിങ്ങൾക്ക്, അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. നമുക്കറിയാം ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. ഈ ഇടയ്ക്ക് ഒരു ബില്ല് പ്രകാരം കുറച്ച് ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ പേര് മാറ്റി, അതുപോലെ തന്നെ ബില്ലിൽ കുറച്ച് ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അത് നമ്മൾ പഠിച്ചിരിക്കണം. ഇനി വരുന്ന ഏതൊരു പരീക്ഷയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു സ്കോപ്പുള്ളൊരു ടോപ്പിക്, കറണ്ട് അഫയർ ടോപ്പിക്കാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. അപ്പോൾ നമുക്കത് പഠിക്കാം. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് എന്താണ്? പഠിച്ചു വെച്ചോളൂ. VBG റാംജി എന്നാണ്. VBG റാംജി എന്നാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര്. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കും. പഠിച്ചു വെച്ചോളൂ. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ. പഠിച്ചു വെച്ചോളൂ. എന്താണ് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ. ഒന്നുകൂടെ പറയാം. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് ഷോർട്ട് ഫോം എന്ന് പറയുമ്പോൾ VBG റാംജി എന്നാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര്. അതായത് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റി അതിനുശേഷം വന്ന പുതിയൊരു പേരാണ് VBG റാംജി എന്നാണ് പേര്. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബില്ല് അവതരിപ്പിച്ചപ്പോൾ ആദ്യം നിർദ്ദേശിച്ച പേരെന്ന് പറഞ്ഞാൽ അതുകൂടെ ഒന്ന് പഠിച്ചിരിക്കണം. ആദ്യം നിർദ്ദേശിച്ച പേര് പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗാർ യോജന എന്നാണ് ആദ്യം നിർദ്ദേശിച്ച പേര്. പിന്നെ അവസാനം ഫൈനലൈസ് ആക്കിയ പേരാണ് VBG റാംജി എന്നുള്ള പേര്. ആദ്യം ഈ ഒരു ബില്ല് ലോക്സഭയിലൊക്കെ അവതരിപ്പിച്ചപ്പോൾ ആദ്യം നിർദ്ദേശിച്ചിരുന്നൊരു പേര് ഇതായിരുന്നു, പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗാർ യോജന എന്നാണ്. പിന്നെ അത് കുറേ ചർച്ചകളും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് പിന്നെ ചേഞ്ച് ചെയ്ത് ഇപ്പം നിലവിലത്തെ പേര് VBG റാംജി എന്നാണ്. അത് എന്താണ് ഫുൾ ഫോം എന്താണ്? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക ഗ്രാമീൺ എന്നാണ് അതിൻ്റെ മുഴുവൻ പേര് വന്നത്. ഈ ഒരു ബില്ല് പ്രകാരം കുറച്ച് ചേഞ്ചസ് വരുത്തിയെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. ആ ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മളൊന്ന് പഠിച്ചിരിക്കണം. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്കറിയാം തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം തൊഴിൽ ദിനങ്ങൾ നിലവിൽ 100 ദിനങ്ങളായിരുന്നു പ്രതിവർഷം ലഭിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു ബിൽ പ്രകാരം 100 ദിനങ്ങൾ എന്നുള്ളത് 125 ദിവസങ്ങളാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. തൊഴിൽ ദിനങ്ങൾ പ്രതിവർഷം 100 ദിനങ്ങൾ എന്നുള്ളത് 125 ദിവസമാക്കി ഉയർത്തിയിട്ടുണ്ട്. അപ്പം ഇനി മുതൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ എന്താണ് 125 ദിവസങ്ങൾ തൊഴിൽ ദിനങ്ങൾ പ്രതിവർഷം കാണുന്നതാണ്. അതുപോലെ തന്നെ പുതിയ ബിൽ പ്രകാരം തൊഴിലുറപ്പ് വേതനത്തിൻ്റെ 40% ഇനി മുതൽ സംസ്ഥാന സർക്കാർ വഹിക്കേണ്ടി വരും. നേരത്തെ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്നതാണ്. നേരത്തെ എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 90% കേന്ദ്രവും 10% സംസ്ഥാനം എന്നിങ്ങനെയായിരുന്നു തൊഴിലുറപ്പ് വേതനം കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി മുതൽ പുതിയ ബില്ല് പ്രകാരം 40% സംസ്ഥാനം വഹിക്കേണ്ടി വരും. അതുപോലെ തന്നെ 60% മാത്രമേ കേന്ദ്ര സർക്കാർ വഹിക്കത്തുള്ളൂ. അപ്പോൾ അതുകൂടെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചോണം. പുതിയ ബിൽ പ്രകാരം തൊഴിലുറപ്പ് വേതനത്തിൻ്റെ 40% ഇനി സംസ്ഥാനം വഹിക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ ഈ ബില്ല് അവതരിപ്പിച്ചത് ആരാന്നുള്ളത് പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബില്ല് അവതരിപ്പിച്ചത് നമ്മുടെ കേന്ദ്ര ഗ്രാമവികസന മന്ത്രിയായിട്ടുള്ള ശിവരാജ് സിംഗ് ചൗഹാനാണ് ഈ ഒരു ബില്ല് അവതരിപ്പിച്ചത്. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. അപ്പോൾ കണക്ട് ചെയ്തങ്ങ് പഠിച്ചു പോകണം. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേരെന്താണ്? VBG റാംജി എന്നാണ്. അതായത് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ആണ്. ആദ്യം നിർദ്ദേശിച്ച പേര് പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗാർ യോജന എന്നാണ്. അതുപോലെ തന്നെ തൊഴിൽ ദിനങ്ങൾ പ്രതിവർഷം 100 ദിനങ്ങൾ എന്നുള്ളത് 125 ദിവസമായിട്ട് മാറ്റിയിട്ടുണ്ട്. പുതിയ ബിൽ പ്രകാരം തൊഴിലുറപ്പ് വേതനത്തിൻ്റെ 40% ഇനി സംസ്ഥാനം വഹിക്കേണ്ടി വരും. അതുപോലെ തന്നെ ബില്ല് അവതരിപ്പിച്ചതാരാണ്? കേന്ദ്ര ഗ്രാമ വികസന മന്ത്രിയായിട്ടുള്ള ശിവരാജ് സിംഗ് ചൗഹാനാണ്. ക്ലിയർ ആണേ? നമുക്ക് അടുത്ത കുറച്ച് കറണ്ട് അഫയർ ചോദ്യങ്ങളിലോട്ട് പോകാം. അടുത്തത് ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആരാണ്? രാജ്കുമാർ ഗോയലാണ് കേട്ടോ. രാജ്കുമാർ ഗോയൽ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായതാരാണ്? രാജ്കുമാർ ഗോയൽ. അപ്പം ഇന്ത്യയുടെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് രാജ്കുമാർ ഗോയലാണ്. ഒരു മാർക്ക് ഉറപ്പിക്കാൻ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു നിയമനമാണ് വിവരാവകാശ കമ്മീഷൻ. മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ നിയമനം ചോദിക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? രാജ്കുമാർ ഗോയലാണ്. അതുപോലെ തന്നെ 2025 ഡിസംബറിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായ മലയാളി ആരാണ്? PR രമേശാണ് കേട്ടോ. അതുകൂടെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചോണം. മലയാളി ആയതുകൊണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. നമ്മളറിയാം
അപ്പോൾ തെറ്റിപ്പോയല്ലേ. മറ്റേത് എന്താണ്, ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ, ഇന്ത്യയുടെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് രാജ്കുമാർ ഗോയൽ. അതുപോലെ തന്നെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായ മലയാളിയാണ് PR രമേശ് കേട്ടോ. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറാണ് PR രമേശ് കേട്ടോ. മറ്റേത് മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് രാജ്കുമാർ ഗോയൽ. രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകല് കേട്ടോ. അടുത്തത്, രാജ്യത്ത് ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ് ഭവന്റെ പുതിയ പേരെന്താണ്? ലോക് ഭവൻ എന്നാണ് കേട്ടോ. ലോക് ഭവനാണ്. പഠിച്ചു വെച്ചോളൂ, പരീക്ഷയ്ക്ക് ചോദിക്കും. രാജ്യത്ത് ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ് ഭവന്റെ പുതിയ പേരെന്താണ്? ലോക് ഭവൻ എന്നാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുന്ന പുതിയ സമുച്ചയത്തിന് നൽകുന്ന പേരെന്താണ്? സേവാ തീർത്ത് എന്നാണ് കേട്ടോ. സേവാ തീർത്ത്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുന്ന പുതിയ സമുച്ചയത്തിന് നൽകുന്ന പേരെന്താണ്? സേവാ തീർത്താണ്. സേവാ തീർത്താണ്. അടുത്തത്, പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ആദ്യ വനിതാ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായതാരാണ്? ഹർമൻ പ്രീത് കൗർ ആണ് കേട്ടോ. നമ്മുടെ വനിതാ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ കൂടിയാണ് ഹർമൻ പ്രീത് കൗർ കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യ വനിതാ ബ്രാൻഡ് അംബാസിഡറാണ്. പരീക്ഷയ്ക്ക് ചോദിക്കും, പഠിച്ചു വെച്ചോളൂ. പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ആദ്യ വനിതാ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായതാരാണ്? ഹർമൻ പ്രീത് കൗർ ആണ് കേട്ടോ. ഹർമൻ പ്രീത് കൗർ. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടിംഗ് യന്ത്രത്തിൽ നോട്ടയ്ക്ക് പകരം ഏർപ്പെടുത്തിയ സംവിധാനം എന്താണ്? എൻഡ് ബട്ടണാണ്. നമ്മളെല്ലാവരും വോട്ട് ചെയ്തതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അതിലാണെങ്കിൽ അവസാനം വോട്ട് ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്? നമുക്ക് നോട്ടയ്ക്ക് പകരം ഒരു ബട്ടണല്ലേ കാണുന്നത്? എൻഡ് ബട്ടണല്ലേ? നമ്മളെല്ലാവരും എൻഡ് ബട്ടൺ ഞെക്കിയിട്ടല്ലേ പോകുന്നത്. അപ്പം എൻഡ് ബട്ടൺ കാണിക്കത്തില്ല നോട്ടയ്ക്ക് പകരം. അത് തന്നെയാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ എന്താണ്? തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടിംഗ് യന്ത്രത്തിൽ നോട്ടയ്ക്ക് പകരം ഏർപ്പെടുത്തിയ സംവിധാനം എന്താണ്? എൻഡ് ബട്ടൺ. ലോകത്തിലെ ആദ്യ രാമായണ വാക്സ് മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ്? അയോധ്യയിലാണ് കേട്ടോ. പഠിച്ചു വെച്ചോളൂ, അയോധ്യയിലാണ്. ലോകത്തിലെ ആദ്യ രാമായണ വാക്സ് മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ്? അയോധ്യ. അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ് അക്കാദമി മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാൻ തിരഞ്ഞെടുത്ത ആദ്യ ഇന്ത്യൻ ചിത്രം ഏതാണ്? സിനിമ ഏതാണ്? ഭ്രമയുഗമാണ്. നമുക്ക് അഭിമാനിക്കാം, നമ്മുടെ മലയാള സിനിമയായിട്ടുള്ള ഭ്രമയുഗമാണ്. നമ്മുടെ മമ്മൂക്ക അഭിനയിച്ചൊരു സിനിമയാണ് ഭ്രമയുഗം. സ്റ്റേറ്റ് അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയ സിനിമ കൂടിയാണ് ഭ്രമയുഗം. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് ചെയ്തോണേ, അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ് അക്കാദമി മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാൻ തിരഞ്ഞെടുത്ത ആദ്യ ഇന്ത്യൻ ചിത്രമാണ് ഭ്രമയുഗം. അടുത്ത നമുക്ക് നോക്കാം. അടുത്ത പോയിന്റ് നോക്കാം. കലാച്ചി എന്ന നോവലിൻ്റെ രചയിതാവാരാണ്? KR മീരയാണ് കേട്ടോ. അപ്പോൾ പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു ഇതാണ്. അടുത്തിടെ റിലീസാക്കിയിട്ടുള്ള നോവലുകളുടെയൊക്കെ രചയിതാവാരാണെന്ന് ചോദിക്കാറുള്ളതാണ്. കഴിഞ്ഞ ദിവസം നടന്ന BFO പരീക്ഷയ്ക്കും ഇതല്ല വേറൊരു നോവലിൻ്റെ രചയിതാവാരാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു, അടുത്തിടെ റിലീസായിട്ട്. അപ്പം ഇതും പഠിച്ചു വെക്കണം. കലാച്ചി കേട്ടോ. കലാച്ചി എന്ന നോവലിൻ്റെ രചയിതാവാരാണ്? KR മീരയാണ്. കലാച്ചി എന്ന നോവലിൻ്റെ രചയിതാവാരാണ്? KR മീരയാണ്. 2025 ഡിസംബർ മാസം ഇസ്രായേലിൻ്റെ ദേശീയ പക്ഷിയായ യുറേഷ്യൻ ഹുപ്പോയ കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം ഏതാണ്? മഞ്ഞപ്രയാണ് കേട്ടോ. മഞ്ഞപ്ര പഠിച്ചു വെച്ചോളൂ. അപ്പോൾ ഇസ്രായേലിൻ്റെ ദേശീയ പക്ഷി ഏതാണ്? യുറേഷ്യൻ ഹുപ്പോയ കേട്ടോ. അപ്പോൾ 2025 ഡിസംബർ മാസം ഇസ്രായേലിൻ്റെ ദേശീയ പക്ഷിയായ യുറേഷ്യൻ ഹുപ്പോയെ കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം ഏതാണ്? മഞ്ഞപ്ര. അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തിടെ ഇന്ത്യയുമായി വിവിധ മേഖലകളിലെ സഹകരണത്തിനായി എത്ര കരാറുകളിലാണ് റഷ്യ ഒപ്പുവെച്ചത്? പരീക്ഷയ്ക്ക് ചോദിക്കാം. 16 കരാറുകളിലാണ് ഒപ്പുവെച്ചത്. അപ്പോൾ നോട്ട് ചെയ്തോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തിടെ ഇന്ത്യയുമായി വിവിധ മേഖലകളിലെ സഹകരണത്തിനായി എത്ര കരാറുകളിലാണ് റഷ്യ ഒപ്പുവെച്ചത്? 16 കരാറുകളിലാണ് റഷ്യ ഒപ്പുവെച്ചത്. അടുത്ത നോക്കാം നമുക്ക്. അടുത്ത പോയിന്റ്, ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സ് ഓവറോൾ ചാമ്പ്യന്മാരായ ടീം ഏതാണ്? നമ്മുടെ കേരളമാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സിൽ ഓവറോൾ ചാമ്പ്യന്മാരായ ടീം കേരളമാണ്. ടൈം മാഗസിൻ CEO ഓഫ് ദ ഇയർ 2025 തിരഞ്ഞെടുത്ത ഇന്ത്യൻ വംശജനാരാണ്? നീൽ മോഹനാണ്. അപ്പോൾ ടൈം മാഗസിൻ്റെ CEO ഓഫ് ദ ഇയർ 2025 തിരഞ്ഞെടുത്ത ഇന്ത്യൻ വംശജനാരാണ്? നീൽ മോഹനാണ്. കേരളത്തിലെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് എവിടെയാണ്? CMS കോളേജ് കോട്ടയമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചോ, നല്ലൊരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ല, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. കേരളത്തിലെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് എവിടെയാണ്? CMS കോളേജ് കോട്ടയമാണ്.
കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായതാരാണ്? PR ശ്രീജേഷ് ആണ്. PR ശ്രീജേഷ്. കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായതാരാണ്? PR ശ്രീജേഷ് ആണ്. 2025 SIR നടപടികൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്ത കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ലയാണ്. അപ്പോൾ SIR നമുക്കറിയാം എന്താണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു നടപടിക്രമമാണ് SIR. നമ്മുടെ എല്ലാം വീഡിയോകളിൽ SIRൻ്റെ ഫോമും കാര്യങ്ങളും ഒക്കെ കൊണ്ട് വന്നിട്ടുണ്ടല്ലോ. അത് ആ ഒരു SIR നടപടികൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്ത കേരളത്തിലെ ആദ്യ ജില്ല ഏതാണെന്ന് പരീക്ഷയ്ക്ക് വയ്ക്കാം. കാസർഗോഡ് ജില്ലയാണ്. 2026 ലോക പുസ്തക തലസ്ഥാനം ഏതാണ്? റബാത്ത് ആണ് കേട്ടോ. പഠിച്ചു വെച്ചോളൂ, പരീക്ഷയ്ക്ക് ചോദിക്കും. 2026 ലോക പുസ്തക തലസ്ഥാനം ഏതാണ്? റബാത്ത് ആണ് കേട്ടോ, റബാത്ത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലാസ്സിലായിട്ട് നമുക്ക് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചൊരു ക്ലാസ്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനലൊന്ന് മാക്സിമം ഒന്ന് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലെ നമ്മൾ ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളെല്ലാം വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്ത് വിടുക. നമ്മുടെ ഒരു ക്ലാസ് ഒന്ന് മാക്സിമം ഒന്ന് ഹൈപ്പ് ചെയ്ത് വിടുക. അപ്പം ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ എത്തുന്നതാണ്. അത് നിങ്ങൾ ചെയ്യുന്നൊരു വലിയൊരു സപ്പോർട്ട് കൂടിയായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ എഫേർട്ട് എടുത്താണ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സുകളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പരീക്ഷ എഴുതുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ആ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സുകളെ നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കേരളത്തിലെ സാമൂഹ്യക്ഷേമ പദ്ധതികൾ കംപ്ലീറ്റ് അടങ്ങുന്ന ഒരു ക്ലാസ് നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. അതുകൊണ്ടൊന്ന് മാക്സിമം എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക. അതിൽ നിന്നൊക്കെ 1-2 മാർക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി വരുന്ന പരീക്ഷകളിൽ ഉറപ്പായിട്ടും ചോദിക്കും. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ പുതിയൊരു കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു.